ചേട്ടാ, ഇന്നെവിടെ? അവളെ അവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. മമ്മിക്ക് മോളെ കാണണം. മോളെ കണ്ടില്ലല്ലോ. മമ്മിക്ക് അറിയില്ലല്ലോ മോളെ എവിടെയാണെന്ന്. എന്റെ മോളെവിടെ? എനിക്ക് എന്റെ മോളെ കാണണം. ഇപ്പൊ കാണണം. പറ, എന്റെ മോളെവിടെ? എന്റെ മോളെവിടെ എന്ന് പറ. നിങ്ങളൊക്കെ കൂടെ എന്റെ കുഞ്ഞിനെ എന്താ ചെയ്യണം? പറ. എനിക്കൊന്നും കേൾക്കണ്ട. പറ, എന്റെ കുഞ്ഞെവിടെ? എന്റെ കുഞ്ഞെവിടെന്ന്? എന്റെ മോളെന്നെ വിളിക്കുന്നു. ഹലോ, ആ പ്രേമയാണ്. എന്റെ ഫ്രണ്ടാണോ? ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? പാല് കൊടുത്തോ? മോളെ എവിടെയുണ്ട് ഇപ്പോ? ബ്രെഡും കൊടുത്തോ? ആ, പാല് മുക്കി കൊടുക്കുന്ന അവൾക്ക് ഇഷ്ടം. എന്താ മോളെ തിരിച്ചുതരാന്നോ? താങ്ക് യു. ഞാൻ എവിടെ വരണം? എങ്ങനെ ഡ്രസ് ചെയ്യണം? നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. വെള്ള സാരിയോ? സാരി മാത്രം മതിയോ? വേറൊന്നും വേണ്ട. ഇപ്പൊ തന്നെ എത്തിയേക്കാം. മാലാകെ പോലെയോ? ഓ, എത്താം. എപ്പോ? രാത്രി 12 മണിക്കോ? കോവിലത്തോ? വരാം. പോലീസോ? ആരും ഉണ്ടാവില്ല. ചേട്ടൻ ഇവിടെ ഇല്ല. ആരും ഉണ്ടാവില്ല. ഞാൻ മാത്രം വരാം. എനിക്ക് എന്റെ കുഞ്ഞിനെ, എനിക്കെന്റെ മോളെ തരണം. എന്നെ പറ്റിക്കരുത്. വെക്കട്ടെ. എന്താ ഇത് മോളെ? പ്രേമേ, എന്താ മോളെ കാണിക്കുന്നത്? ആരാത്? പ്രേമലതയാ? പ്രേമലതയാണോന്ന് മുഖം കാണിക്കൂ.
എന്ത് പറ്റി? ഓ, എന്തോ ഒരു ചെറിയ പ്രോബ്ലം. ഓഹോ. ഒന്ന് പുഷ് ചെയ്യാമോ? അതിനെന്താ? താങ്ക് യു. ഗുഡ് നൈറ്റ്. ചേടാ, പഹയെ നമ്മളെ പറ്റിച്ചു കളഞ്ഞല്ല. സർ, ശശി ഒരു ബ്ലാക്ക് ഫിയറ്റ് കാർ മിസ് ജയകുമാറിന്റെ വീട്ടിന് മുമ്പിൽ നിർത്തിയിട്ട് കോവളം റോഡിൽ പുറപ്പെട്ടിട്ടുണ്ട്. നമ്പറില്ല. അത് ഇപ്പോഴാണ്. അവനാണെന്നാ സംശയം. സാർ, ഞാൻ ശശിയാണ്. ആ പഴയ വണ്ടി തന്നെ, ബ്ലാക്ക് ഫിയറ്റ്. ഇപ്പൊ നമ്പറുണ്ട്, KRT 4106. അവൻ തന്നെ പാർട്ടി, സംശയിക്കണ്ട. കൊല്ല റൂട്ടിൽ പുറപ്പെട്ടുണ്ട്. വിശക്കുന്നു മോളെ. അങ്കിൾ ആപ്പിൾ കിട്ടി തരാലോ. തൊട്ടുപോരുത്. കുട്ടിയെ ഞാൻ പിന്നിൽ ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല. കുഞ്ഞിനെ വിട്ടേക്ക്. അല്ലെങ്കിൽ പോരുത്. Don't move. I said don't move.
ഹലോ, ഹോൾഡ് ഓൺ പ്ലീസ്. ജയകുമാറല്ലേ? DYSP സോമശേഖരൻ. ഞാൻ ഫോൺ ഒരാടെ കൊടുക്കാം, സംസാരിക്കണം. ഹലോ ഡാഡി. എന്താടാ പേര്? പേരെന്താന്ന്? സുനിൽ. എന്തോ സുനിൽ? വയസ്സ്? 20. 20. മോനെ സുനി, അറിയോ അവിടെ? പറ്റി മോനെ? അയ്യോ, എന്റെ മോനെ കണ്ടാൽ അറിയണ്ടായല്ലോ. നീ ഒന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലോ. ഡാഡി എല്ലാം എന്ത് സംഭവിച്ചു? അവൻ അറസ്റ്റിലാണ്. അത്രേ ഉള്ളൂ. അങ്ങ് റിലീസ് ചെയ്താത്തിരുന്നല്ലോ. വെറുതെ അങ്ങ് റിലീസ് ചെയ്യാനല്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. നിങ്ങളുടെ മകൻ ഈ കുട്ടിയുടെ അമ്മയെ പതിവായി ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി. അവസാനം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സെക്ഷുവൽ ഇന്റൻഷനോടെ അവരെ അവിടെ എവിടെയൊക്കെ വരുത്താൻ ശ്രമിച്ചു. നോൺസെൻസ്. എന്റെ മകൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതാണ് എന്റെ അഡ്വക്കേറ്റ് മിസ്റ്റർ കുറുപ്പ്. പ്ലീസ് സിറ്റ് ഡൗൺ. നോ താങ്ക്സ്. നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. വാറണ്ട് ഉണ്ടായിരുന്നു? ഐ ഡോണ്ട് നീഡ് ഇറ്റ്. എനിക്ക് അതിനുള്ള പവർ ഉണ്ട്. ഏത് സെക്ഷൻ അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്തത്? അതൊക്കെ ഞാൻ കോടതി പറഞ്ഞാ പോരെ. സുനിൽ പതിവായി ഫോൺ ചെയ്തിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ കോൾ ട്രേസ് ചെയ്തിട്ടുണ്ടോ? നോ. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. ഞങ്ങൾക്കത് മതി. വിലപ്പോവില്ല. തന്നെയുമല്ല, കുട്ടിയെ കോൺവെന്റിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുന്നു. ടീച്ചർ സുനിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം സുനിലാണ് ചെയ്തതെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? എങ്ങനെ സുനിലിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു? ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനുള്ള അധികാരമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാര്? താനെന്താ വിചാരിച്ചത്? ഞങ്ങൾക്ക് അവർ മിഡ്ഡികളാണെന്നാണോ ഈ കുട്ടിയോടൊപ്പമാണ് അറസ്റ്റ് ചെയ്തത്? ഇയാളാരാ നിങ്ങളുടെ മുമ്പ് കണ്ട് ശരി പിള്ളേരെ പോലെ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് പോലീസുകാരുടെ തെളിവുകളൊന്നും കേൾക്കണ്ട. കാണുന്നുണ്ടല്ലോ ദിവസവും പേപ്പറിൽ. പിന്നെ നിങ്ങളോട് എനിക്ക് കെഞ്ചേണ്ട കാര്യമൊന്നുമില്ല. ചീഫ് മിനിസ്റ്റർ വേണോ, ഹോം മിനിസ്റ്റർ വേണോ, ഞാൻ ഒന്ന് ഫോൺ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാൻ തോന്നുന്നു. നിങ്ങളെ മിനിസ്റ്റർ ആയാലും എനിക്ക് പ്രശ്നമല്ല. എന്നെ ഏതെങ്കിലും ഓണം കേറാമൂലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരും. അതിലും എനിക്ക് ഭയമില്ല. ഇവിടെ അതല്ല പ്രശ്നം. നിങ്ങളുടെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ഒരുപക്ഷേ നിങ്ങൾക്കത് അറിഞ്ഞുകൂടായിരിക്കും. അവൻ ചെയ്തു വന്ന തെറ്റുകൾ മനസ്സിലാക്കാതെ ശരിയും തെറ്റും മനസ്സിലാകാത്തൊരു സ്ഥിതിയിലേക്ക് ദൈവീത് അവനെ വലിച്ചഴിക്കരുത്. ഉപദേശമൊന്നും വേണ്ട. നിങ്ങൾക്കിപ്പോ അവനെ റിലീസ് ചെയ്യാൻ ഒക്കുമോ ഇല്ലയോ? നോ. അപ്പൊ ജാമ്യത്തിൽ വിട്ടേക്കൂ. നോ, വേണ്ട. വീടത് പ്ലീസ്. അവർക്ക് വേണ്ടി തന്നെയല്ല, അവന്റെ പ്രൊസീജിയർ അവർക്ക് വേണ്ടത്. ഐ ഡോണ്ട് വാണ്ട് എനിബഡീസ് ബെയിൽ. മമ്മി ഡാഡി മോനെ കൊണ്ടുപോകാനല്ലേ? എനിക്ക് ആരുടെ ആവശ്യമില്ല. ഗെറ്റ് ഔട്ട് പ്ലീസ്. സർ, സർ എന്നെ കൊണ്ടുപോകാൻ അനുവദിക്കരുത് സർ, പ്ലീസ് സർ. കൂൾ ഡൗൺ പ്ലീസ്, കൂൾ ഡൗൺ. ഇറ്റ്സ് എ നോൺ ബെയിലബിൾ ഒഫൻസ്. അതുകൊണ്ട് ഇവിടുന്ന് ജാമ്യം കിട്ടില്ല. അപ്പോ എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചു. ജഡ്ജിയും കോടതിയും ഒക്കെ നിങ്ങൾ തന്നെ. എന്നെ കളിപ്പിക്കാൻ വരരുത്. കളിപ്പിച്ചവരെയൊക്കെ ഞാൻ കളി പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. പഠിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ മിസ്റ്റർ. ഇയാൾ തന്നെ അവനെ അവിടെ കൊണ്ടുവരും. നീ നോക്കിക്കോ. ഇവന്മാർ അവനെ പേടിപ്പിച്ചിരിക്കുക. വാടി ഇങ്ങോട്ട്. വരാനല്ലേ പറഞ്ഞത്? വരാനേ. ഇങ്ങോട്ട് വരാൻ. ഞാൻ പേടിക്കല്ലേ? വിചാരിച്ചത് ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ. മോനെ. സുനിൽ, എന്നെ രക്ഷിക്കണം. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല സർ. സേവ് മീ പ്ലീസ്. സുനിൽ എന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ? ഡാഡി. മോളെ, ഡാഡി ഡാഡി മമ്മി എവിടെ? നമുക്ക് മമ്മ അടുത്ത് പോകാം. മമ്മി മോളെ കാത്തിരിക്കുക ഇവിടെ. ഇതാണോ
was our party. You bloody rascal! പട്ടി! ഒന്നുകൂടെ പറഞ്ഞേ, rascal! എന്താ നീ എന്നെ ഇത് പോലീസ് സ്റ്റേഷനാണ്. നിയമം കയ്യിലെടുക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. സോറി സർ, എന്നോട് ക്ഷമിക്കണം. എന്റെ ഒരു അവസ്ഥ സാറ് മനസ്സിലാക്കണം. ഭാര്യ അബോധാവസ്ഥയിലാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന വേദന സാറ് മനസ്സിലാക്കണം. എല്ലാം എവനോടത്തും Uncle!